എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുലനാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 17 അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 17:2-3. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്നു 3 ശബ്ബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 17 അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൽ വചന പ്രഘോഷണം നടത്തുന്ന പൗലോസിനെയാണ് നമ്മൾ കാണുന്നത്. പ്രതിബന്ധങ്ങൾ വർദ്ധിക്കും തോറും പല ആളുകളും തങ്ങളുടെ ദൗത്യത്തിൽ നിന്ന് പിന്മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഡേവിഡ് ലിവിങ്സ്റ്റൺ ഒരിക്കൽ പറഞ്ഞു, ഐ ആം പ്രിപ്പയർഡ് ടു ഗോ എനിവെയർ സോ ലോങ് ആസ് ഇറ്റ് ഈസ് ഫോർവേഡ്. മുന്നോട്ടെങ്കിൽ എവിടെയും പോകാൻ ഞാൻ തയ്യാറാണ്. പോകുന്നത് മുന്നോട്ടായിരിക്കണം എന്ന് മാത്രം. എഫേസ്യ ലേഖനത്തിൽ ഒരു വിശ്വാസി ധരിക്കുന്ന സർവായുധ വർഗത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് ശ്രദ്ധേയമാണ്. തലയിലും മാറിലും കാലിലുമൊക്കെ ശത്രുവിൻ്റെ തീയമ്പുകളെ ചെറുക്കാൻ മതിയായ ഡിഫൻസ് മെക്കാനിസമുണ്ട്. എന്നാൽ പുറത്ത് ധരിക്കാനുള്ളതൊന്നുമില്ല. ഇതേക്കുറിച്ചൊരു വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത്, ഒരു വിശ്വാസി ഒരിക്കലും പുറം തിരിഞ്ഞ് ഓടാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളല്ല, എപ്പോഴും മുൻപോട്ട് തന്നെ പോകേണ്ടവനാണ് എന്നതാണ്. ഫിലിപ്പിയിലെ പീഡനം പൗലോസിനെയും ശീലാസിനെയും ദൗത്യത്തിൽ നിന്ന് ഒട്ടും പിന്തിരിപ്പിച്ചില്ല. ക്രൂശ് വഹിക്കാനുള്ള മടുപ്പില്ലായ്മയാണ് പൗലോസിനെ ബലപ്പെടുത്തിയത്. തെസലോനിക്ക, ബരോവ, അഥേന എന്നീ സ്ഥലങ്ങളിലെ പ്രവർത്തനങ്ങളാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം. 3 ശബ്ബത്തിൽ തെസലോനിക്കയിൽ തിരുവെഴുത്ത് ആധാരമാക്കി സുവിശേഷം സംവേദനം ചെയ്തു. സുനഗോഗിൽ 3 ശബ്ബത്തിൽ പോയി എന്നേ ഉള്ളൂ. കൂടുതൽ ദിവസങ്ങൾ തെസലോനിക്കയിൽ ചെലവഴിച്ചിരിക്കാൻ ന്യായമുണ്ട്. ഭക്തിയുള്ള യവനന്മാരിൽ വലിയ കൂട്ടവും മാന്യ സ്ത്രീകളും വിശ്വാസത്തിൽ വന്നു എന്ന് 4 വാക്യത്തിൽ വായിക്കുന്നു. എതിർപ്പും പ്രശ്നങ്ങളും ഉണ്ടായി. എങ്കിലും പൗലോസിന്റെ ശുശ്രൂഷ വളരെ വിജയമായിരുന്നു. എവിടെ പ്രവർത്തനം വിജയമായിരിക്കുമോ അവിടെ സാത്താനും തലപൊക്കും. അവൻ അടങ്ങിയിരിക്കില്ല. പൗലോസും സംഘവും അടുത്ത ഇടമായ ബെരോവയ്ക്ക് പോയി. മുന്നോട്ടെങ്കിൽ എങ്ങോട്ടും പോകാം. അവിടെയുള്ളവർ കേൾക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്ത് പരിശോധിച്ച് തിട്ടപ്പെടുത്തുമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11 വാക്യത്തിൽ അവിടെ എതിർപ്പായി. സഹോദരന്മാർ പൗലോസിനെ അഥേനയ്ക്ക് അയച്ച് രക്ഷപ്പെടുത്തി. കൂടെ ഉണ്ടായിരുന്നവർ വരട്ടെ എന്ന് കരുതി പൗലോസ് കാത്തുകെട്ടി കഴിഞ്ഞില്ല. ഒറ്റയ്ക്കായാലും സംഘമായിട്ടായാലും കർത്താവിൻ്റെ വേലയ്ക്ക് മുടക്കം വരുത്താതെ മുന്നേറി. പൗലോസ് അഥേനയിലും യേശുവിനെ പ്രസംഗിച്ചു. 17 അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഥേനയിൽ പൗലോസ് പ്രസംഗിക്കുന്നത്. ഒന്ന്, ആത്മഭാരത്തോടെ പൗലോസ് അഥേനയുടെ കാര്യങ്ങളൊക്കെ ചുറ്റി നടന്ന് കണ്ടു. 16 വാക്യത്തിൽ അഥേനയിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂട് പിടിച്ചു. ഈ ചന്ദ്രരോഗി നിലത്ത് വീണ് പിടയുന്നതിനെ കുറിക്കുന്ന ഒരു പദമാണ് ചൂട് പിടിച്ചു എന്നതിനെ മൂലഭാഷയിൽ ഉപയോഗിക്കുന്നത് എപ്പിലെപ്റ്റിക് എന്നാണ്. ദൈവഹിതത്തിൽ നിന്ന് ജനം വ്യതിചലിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനോഭാവമാണ് ആ ചൂട് പിടിക്കുക എന്നത്.
ദൈവകോപം, തീക്ഷ്ണത, എരിവ് എന്നൊക്കെ വേണമെങ്കിൽ അതിന് വിവർത്തനം ചെയ്യാം. ദൈവത്തിന് നൽകേണ്ട സ്ഥാനം നൽകാതെ അത് മറ്റെന്തിന് നൽകുന്നത് കാണുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രതികരണമാണത്. നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം പൗലോസിന് ഉണ്ടായിരുന്നു. ദൈവത്തിന് നൽകേണ്ട മഹത്വം നൽകാത്തതിനെ കണ്ട് അതിനെതിരെ ജ്വലിക്കുന്ന തീക്ഷ്ണത നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. ഹെൻറി മാർട്ടിൻ ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്ത ഒരാളാണ്. ഹിയർ ലെറ്റ് മീ ബേൺ ഔട്ട് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ഇവിടെ ഞാൻ എരിഞ്ഞടങ്ങിക്കൊള്ളട്ടെ എന്ന് അദ്ദേഹം കൂടെ പറയുമായിരുന്നു. 17-ാം അധ്യായത്തിൽ പൗലോസിന്റെ പ്രസംഗവും അതിനെ തുടർന്നുണ്ടായ അനേകം ആളുകളുടെ മാനസാന്തരവും ആദിമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവുകളായിരുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറഞ്ഞത് ഇവിടെ നിവർത്തിക്കപ്പെടുകയാണ്. യെരുശലേമിന് പുറത്തുള്ള ഇടങ്ങളാണ് ഭൂമിയുടെ അറ്റം, അല്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിന് പുറത്തുള്ള ഇടങ്ങൾ. അവിടെയെല്ലാം കർത്താവിനെ സാക്ഷിപ്പാൻ ദൈവം തൻ്റെ ദാസരെ ഉപയോഗിച്ചു. പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും സാഹചര്യങ്ങളിലും ക്രിസ്തു സാക്ഷികളായി ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവെ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ ഞങ്ങൾക്ക് ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ മാറ്റമില്ലാത്ത കൃപയും കരുണയും കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തണമേ. വരാമായിരിക്കുന്ന ആപത്ത് അനർത്ഥങ്ങൾ വിടുവിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വം നന്നായി വിശ്വസ്തയോടെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയും ദൈവിക അനുഗ്രഹവും കൃപയും നാം ഏവരുടെയും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.